ഇറങ്ങിയതാണ്. ഇവിടെ ആണെങ്കിൽ മൊത്തം അപ്പിട്ട് വെച്ചേക്കുവാണ് നമ്മുടെ ഷീപ്പ് എല്ലാം കൂടെ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തായിട്ട്. അവിടെയാണെങ്കിൽ 2 അമ്മമാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ കുഞ്ഞ് 2 ഷീപ്പും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടം വരെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. തടാകം നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ആണെങ്കിൽ കുതിരകൾ മേയുന്നുണ്ട്, പിന്നെ ചെമ്മരിയാടുകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർ അടച്ചിട്ടേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിർത്തില്ല, ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് കാട് തോറും കയറി ഇറങ്ങി മാതാവിന് പൂ കോർക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി. അപ്പം അന്ന് ഞാൻ പറിച്ചുകൊണ്ടിരുന്ന പൂവാണിത് കേട്ടോ, ചൈന റോസ്. നല്ല മണമാണിത്. ഞാൻ ഒറിജിനലി ഇതിന് മണമുണ്ടെന്ന് ജസ്റ്റ് നോക്കട്ടെ. ഹലോ ഗൈസ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ട്രിപ്പിന് പോവുകയാണ്. നമ്മൾ കുറേ നാളായി പുറത്തിങ്ങനെ എവിടെയൊക്കെ പോയിട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന 2 ഫാമിലിയാണ്. എല്ലാവരുടെയും കയ്യിൽ 2 കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പം നമുക്ക് 3 കുഞ്ഞു പിള്ളേരാണുള്ളത്. 3 ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇതുവരെ അയർലൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ ഇത് കുഞ്ഞാവ് അടുത്തങ്ങ് കിടപ്പുണ്ട് കേട്ടോ. നല്ല കളിയിലാണ്, നല്ല മൂഡിലാണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോൾ നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്തായാലും പോണ വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. പോയാലോ? നമ്മൾ ആക്ച്വലി പോകുന്ന ഡണിഗൽ എന്ന് പറഞ്ഞൊരു കൗണ്ടിലാണ് കേട്ടോ. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൗണ്ടിയാണ് കേട്ടിട്ടുള്ളത്. ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാകുമെന്ന് അറിയത്തില്ല നമ്മുടെ ട്രിപ്പ്. അപ്പം നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇതുവരെ ഒരു ഫാമിലി ട്രിപ്പ് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും 3 പേരുടെയും കയ്യിൽ കുഞ്ഞുവാവകളുണ്ട്. ഏകദേശം സെയിം പ്രായമാണ് കേട്ടോ 3 പേർക്കും. ശരിക്കും ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ ദൈവത്തോട്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവിടെ അയർലൻഡിൽ എനിക്കിങ്ങനെ ഫ്രണ്ട്സൊക്കെ കിട്ടുമെന്നോ, ഇങ്ങനെ ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി പറ്റുമെന്നോ. കാരണം എനിക്കിവിടെ കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്യാങ് അടിച്ച് പോകാൻ പറ്റിയവരാരും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പോഴാണ് ലൈഫ് കുറേ കൂടെ കളർഫുൾ ആയിട്ടുള്ളത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത്. അല്ലെങ്കിലും ദൈവത്തിൻ്റെ ടൈം നമ്മൾ വിചാരിക്കുന്നതായിരിക്കത്തില്ലല്ലോ. നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ലൈഫ് തീർന്നു, ഇനി എന്തായാലും ലൈഫിൽ ഉണ്ടാകാനുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ നമ്മൾ ശരിക്കും അതിശയിക്കും, എൻ്റെ ദൈവമേ ഞാൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളെ തുലനം ചെയ്യാൻ നേരത്ത് ഒട്ടും അതിൻ്റെ ഒപ്പം എത്തത്തില്ലെന്ന് നമ്മൾ തോന്നിപ്പോകട്ടോ. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ടെന്നേ. ആ കാലാവധി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു ലൈഫായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഇപ്പോഴത്തെ സങ്കടങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്നതായിരിക്കും നമുക്ക് അപ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷത്തിൻ്റെ കാലഘട്ടം. തീർച്ചയായിട്ടും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഇപ്പോൾ ഉള്ള സങ്കടങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫേസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം വരുമ്പം പുള്ളിക്കാരന് വീണ്ടും നന്ദി പറയുന്ന കാര്യം മറന്നു പോരുത്. നമ്മൾ എന്തോരം നന്ദിയുള്ളവരാണ്, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മിറക്കിൾസും ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ദൈവം കൊണ്ടുത്തരും. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ ഉയർച്ചകൾക്കും ദൈവത്തിന് നന്ദിയുള്ളവരാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു കഫേയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ട്. എല്ലാവരും വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ ഇതാണ് ഓർഡർ ചെയ്തത്. ഇതൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവമാണ്. വിത്ത് ബേക്കണും ചീസൊക്കെയുള്ള ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ കോക്കാണ് നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കാര്യമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുള്ള സമയമായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം ഡ്രൈവ് ഉണ്ടായിരുന്നു. ഒരു 2 hours കൂടുതൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. നല്ല പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്യുന്നത് നല്ലൊരു ഫീലാണല്ലേ. ശരിക്കും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈഫിൽ മൈൻഡ് ഔട്ടായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഡ്രൈവിന് പോകണം. ആ ഒരു ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. പോകുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ചെമ്മരിയാടുകളൊക്കെ മേയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. എന്തായാലും ഞാനിതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വണ്ടിയിലെ നല്ല പാട്ട് കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ലൈഫ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഓരോന്ന് എൻജോയ് ചെയ്യാണ്ട് നമ്മൾ ധൃതിപ്പെട്ട് എങ്ങോട്ടായി പോകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കണം. ആക്ച്വലി പറയാനാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഒരു ഭയങ്കര സിമ്പിൾ ഫോമുലയാണ്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. അതങ്ങ് സിമ്പിളായിട്ട് തന്നെ എടുത്താൽ മതിയെന്നേ. ഇപ്പോൾ ഉള്ള മൊമെൻറ്റ് മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കിയാൽ പോരെ. പറയുന്നത് പോലെ അതത്ര ഈസി അല്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്തിനാ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്? അപ്പോൾ അത് നമ്മളാണെങ്കിൽ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ താമസിക്കാൻ വേണ്ടി പോകുന്നത് എയർബിഎൻബിയിലാണ് കേട്ടോ. ഒരു 4 bedroom ഹൗസാണ്. ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹൗസ് ആണെന്നാണ് അറിവ്. എന്തായാലും അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ എയർബിഎൻബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. എല്ലാവർക്കും നല്ല വിശന്നിരുന്ന സമയമായതുകൊണ്ട് തന്നെ പിസ്സ ഓർഡർ ചെയ്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് ലാമ്പുള്ള പിസ്സ ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനുള്ള പിസ്സ ഉണ്ട്. അപ്പോൾ ലാമ്പിൻ്റെ ഈ ഒരു വേരിയേഷൻ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വൈൻ കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓർമ്മയിൽ ഞാൻ മധുരമുള്ള വൈൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊരു കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ വയറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയില്ല, മഴക്കാറുണ്ട്, വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അധികം ചൂടില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചു നമുക്ക് കുഞ്ഞുവാവകളുമായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. കാരണം അവരൊന്ന് അൺസെറ്റിൽഡായിട്ടിരിക്കുമായിരുന്നു രണ്ടുപേരും. അപ്പം ഒരാൾ ഇപ്പം മെയിലിൽ ഫീഡ് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബാവന്മാരുമായിട്ട് ജസ്റ്റ് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നമ്മൾ നടന്നിട്ടൊക്കെ വരാം. അപ്പം നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോവാം. ഇതാണ് എയർബിഎൻബിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീൻ ഏരിയ ആണ് ഫ്രണ്ടിലൊക്കെ വ്യൂ കാണാനാണെങ്കിൽ. അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഉണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇഷ്ടപ്പെടുന്ന കാര്യം ജസ്റ്റ് താഴത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇടുന്നത്. ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ 3 ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വഴിയെ പരിചയപ്പെടുത്തി തരാം. ഓരോ ദിവസങ്ങളായിട്ട് 3 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ 3 ദിവസത്തെ വ്ളോഗ് ഉണ്ടായിരിക്കും. എൻ്റെ യൂട്യൂബ് ജേർണിയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ചോദിക്കുന്നത്. അതാരാണ് ആ ഒരു പോരാളി? ആ ഒരു പൂച്ചയാണെങ്കിൽ നമ്മുടെ എയർബിഎൻബിയിൽ നമ്മൾ വന്നപ്പോൾ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ക്യാമറ കണ്ണുകളിലും പതിക്കപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൗണ്ടിയാണ് കേട്ടോ ഇത്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഗൈസ് ദേ അവിടെയാണെന്നുണ്ടെങ്കിൽ അരുവി കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇവിടെയാണെങ്കിൽ ചെമ്മരിയാടുകൾ മെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുകൊണ്ട് കാണിക്കായിരുന്നു. നമ്മൾ കുഞ്ഞുമക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ്സ് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ആലോചിക്കുമ്പോൾ ശരിക്കും നല്ല സങ്കടം വരും കേട്ടോ. കാരണം അവർ പെട്ടെന്ന് വളർന്ന് വലിയ മക്കളാവും. അപ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞു നാളത്തെ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ശരിക്കും വല്ലാണ്ട് മിസ് ചെയ്യും. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടം വരെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. തടാകം നമുക്ക് അവിടെ ഉണ്ട്. അവിടെയാണെങ്കിൽ കുതിരകൾ മെയ്യുന്നുണ്ട്, പിന്നെ ചെമ്മരിയാടുകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർ അടച്ചിട്ടേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കാണിച്ചു തരാം. ഗൈസ് നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് നേരത്തെ കാണിച്ച ആ ഒരു ഷീപ്പൊക്കെ ഉള്ളൊരു എൻട്രൻസിലാണ്. ഇവിടെ 2 അപ്പച്ചന്മാരും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. മാവാണെങ്കിൽ നല്ല ബഹളമാണെന്ന് വിചാരിക്കരുത്. അപ്പം അവരോട് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ജസ്റ്റ് ഷീപ്പിനടുത്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ അവർ കയറി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവിടെയാണെങ്കിൽ മൊത്തം അപ്പിട്ട് വെച്ചേക്കുവാണ് നമ്മുടെ ഷീപ്പ് എല്ലാം കൂടെ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തായിട്ട്. അവിടെയാണെങ്കിൽ 2 അമ്മമാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ കുഞ്ഞ് 2 ഷീപ്പും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ട അപ്പച്ചന്മാരെന്ന് പറഞ്ഞില്ലേ, അവരാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ കാണിച്ച ലേക്കില്ലേ, ആ ലേക്കിലോട്ട് പോകാനൊരു വഴിയുണ്ട്.
നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങത്തില്ലായിരിക്കും, ജസ്റ്റ് ആ ഒരു വഴി നോക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ച ലേക്കിലോട്ട് പോകാൻ എൻട്രൻസ് ഇല്ലെന്നാണ്, പക്ഷേ ആ ഒരു വഴി പറഞ്ഞു തന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയുടെ ഓപ്പോസിറ്റ് നടന്നിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലേക്കിലേക്കുള്ള ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഗൈസ്, ഇതാണ് ആ പോകുന്ന വഴി. അപ്പച്ചമാർ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് ദൂരെ അവിടെ ലേക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടോ, പൂക്കളെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണുന്നതായിട്ട്. ശരിക്കും പറഞ്ഞ കാട്ടുപൂക്കളാണ് കേട്ടോ. നമ്മുടെ വാവ നല്ല ബഹളമാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെയാണെങ്കിൽ ചൈന റോസ് കണ്ടു. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിർത്തില്ല. ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് കാട് തോറും കയറി ഇറങ്ങി മാതാവിന് പൂ കോർക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി. അപ്പം അന്ന് ഞാൻ പറിച്ചുകൊണ്ടിരുന്ന പൂവാണിത് കേട്ടോ, ചൈന റോസ്. നല്ല മണമാണിത്. ഞാൻ ഒറിജിനലി ഇതിന് മണമുണ്ടെന്ന് ജസ്റ്റ് നോക്കട്ടെ. പക്ഷേ ഇതിന് നമുക്ക് നാട്ടിലെ പോലത്തെ അത്രയും മണം ഇവിടെ ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല മണമാണ് കേട്ടോ. പക്ഷെ സെയിം ആ ഒരു പൂവും ആ ഒരു ഇല തന്നെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇവിടെ നിറച്ച് പ്രാണികളുണ്ട്. രാത്രിയായി തുടങ്ങി, ഇപ്പം ഏകദേശം 9 മണി പരുവായി. പക്ഷേ വെളിച്ചം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ പറ്റുമെങ്കിൽ വരാം ഇങ്ങോട്ട്. അപ്പോൾ ഗൈസ്, അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൻ ടാപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സന്നു സൈനിങ് ഓഫ്. കണ്ണാലെ കില്ലാതെ സീനാമൽ